ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച 2 ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തിയെപ്പറ്റി പറയാം. ആദ്യം പുത്തന്നട എന്ന് അറിയപ്പെടുന്ന വക്കം ദേവേശ്വര ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയാം. വക്കത്ത് വീട്ടിൽ ആശാട്ടി വല്യമ്മ എന്ന് പറയപ്പെടുന്ന ചക്കിയാശാട്ടിക്ക് ദൈവപുര ക്ഷേത്രത്തിൽ വെച്ച് ഒരു വെളിപാടുണ്ടായി. അന്ന് രാത്രിയിൽ തന്നെ ആ വല്യമ്മ വീട്ടിൽ മടങ്ങിയെത്തി സഹോദരന്മാരായ കൊച്ചുഭൈരവൻ വൈദ്യനെയും കുമാരൻ വൈദ്യനെയും വിളിച്ചുണർത്തി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ഉടൻ തന്നെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഗുരുദേവനെ കൊണ്ട് അതിൽ പ്രതിഷ്ഠ നടത്തിക്കണം. നാളെ തന്നെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. പിറ്റേ ദിവസം തന്നെ അവർ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി 38 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങി. 10 തറവാട്ടുകാർ സഹകരിച്ചാണ് സ്ഥലം വാങ്ങിയതും ക്ഷേത്രം നിർമ്മിച്ചതും മറ്റും. ശ്രീനാരായണ ഗുരുദേവൻ ദേവേശ്വരൻ എന്ന നാമധേയത്തിൽ ശിവന്റെ വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അതും അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് കൃത്യം 1 വർഷം തികഞ്ഞ 1889 ശിവരാത്രി നാളിൽ തന്നെ. പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ കൂടിയ ഭക്തജനങ്ങളോടായി ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു: ഇത് ദേവേശ്വര ക്ഷേത്രമാണ്. നിരന്തരം പ്രകാശിക്കുന്ന ദീപവും പുത്തൻ ക്ഷേത്രവും കാണുക. ഇവിടെ സാംസ്കാരിക കേന്ദ്രം ഉണ്ടാകും. ഇത് ഒരു സാംസ്കാരിക കേന്ദ്രമാകും. പുത്തൻ ക്ഷേത്രമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തതുകൊണ്ട് നാട്ടുകാർ ഈ ക്ഷേത്രത്തെ പുത്തൻ ക്ഷേത്രമെന്നും പുത്തന്നടയെന്നും വിളിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്കിൽ ഉള്ള ആയിരംതെങ്ങ് എന്ന സ്ഥലത്ത് ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ സംഭവം ചില പ്രത്യേകതകൾ ഉള്ളതാണ്. ഒരു ഭക്തനായ കാരണവരുടെ അപേക്ഷ അനുസരിച്ച് ഗുരുദേവൻ അവിടെ വന്ന് ശിവപ്രതിഷ്ഠ നടത്താൻ താൽപ്പര്യം എടുത്തത് അങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രതിഷ്ഠയ്ക്കുള്ള ദിവസവും നിശ്ചയിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന് ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുവരുവാനായി വാരണപ്പള്ളിയിലെ കാരണവരായ കൊച്ചുകൃഷ്ണപ്പണിക്കരെയും കൂട്ടിക്കൊണ്ട് ഗുരുദേവനെ അന്വേഷിച്ചിറങ്ങി. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഗുരുദേവനെ കാണാൻ സാധിച്ചില്ല. ഒടുവിൽ ഒരു കല്യാണ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്ത ഒരു ഭവനത്തിൽ ഒരു സന്യാസി വന്നിട്ടുണ്ട് എന്ന് അറിവ് കിട്ടി. അവിടെ ചെന്നപ്പോൾ അത് ഗുരുദേവൻ തന്നെയായിരുന്നു. ഗുരുദേവൻ അവരോടൊപ്പം ആയിരംതെങ്ങിൽ ചെന്ന് ക്ഷേത്രത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ഗുരുദേവൻ അവിടെ നിന്നവരോടായി പറഞ്ഞു: നിങ്ങളിൽ ഒരാൾ നിത്യവും രാവിലെ കുളിച്ച് നാഴി അരി വറ്റിച്ചതും കുറേ പുഷ്പങ്ങളും വെള്ളവുമായി ക്ഷേത്രത്തിനകത്ത് കടന്ന് വെള്ളം തെളിച്ച് ശുദ്ധി വരുത്തി പുഷ്പങ്ങൾ അർച്ചിച്ച ശേഷം ചോറ് ഒരു ഇലയിൽ അവിടെ വയ്ക്കുക. പിന്നീട് അതെടുത്ത് അയാൾ തന്നെ ഭക്ഷിച്ചു കൊള്ളുക. നിത്യവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നന്മ വരും. ശാന്തിക്കാരെയും മറ്റും തിരഞ്ഞു നടന്ന് കഷ്ടപ്പെടരുത്. നിങ്ങളിൽ തന്നെ ഒരാൾ അത് ചെയ്യണം. ക്ഷേത്രത്തിന് പുറത്തുള്ള ആൽമരച്ചുവട്ടിൽ വീരഭദ്രനെ പ്രതിഷ്ഠിക്കാൻ ഗുരുദേവൻ ശില കയ്യിൽ എടുത്തപ്പോൾ അതുറപ്പിക്കാൻ കല്ലാശാരി വച്ച ചാന്തിൽ കുറേ എറുമ്പ് കയറി അനങ്ങാൻ വയ്യാതെ അതിൽ ഇരുന്ന് ചത്തുപോയത് കണ്ടു. ശില താഴെ വെച്ചിട്ട് ഗുരുദേവൻ കല്ലാശാരിയെ കൊണ്ട് തന്നെ അത് അവിടെ പ്രതിഷ്ഠിപ്പിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. അത് നാം ചിന്തിച്ച് അറിയേണ്ടതുമാണ്. നമസ്കാരം.